ബ്രഹ്മകമലം പൂജയ്ക്കെടുക്കുന്ന പ്രധാനപ്പെട്ട പൂക്കളിലൊന്നാണ് ബ്രഹ്മകമലം എന്ന് പറയപ്പെടുന്നു. ഹിമാലയം താഴ്വരയിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിൽ ബ്രഹ്മകമലത്തിന് ആ പാർക്ക് വളരെ പ്രശസ്തമാണ്. ഹിമാലയത്തിലെ ബദരീനാഥ് ക്ഷേത്രത്തിൽ വിഷ്ണുവിനും കേദാർനാഥ് ക്ഷേത്രത്തിൽ ശിവനും പൂജയ്ക്കെടുക്കുന്നത് ബ്രഹ്മകമലമാണ്. നന്ദാഷ്ടമി ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ ബ്രഹ്മകമലം നിവേദ്യമായി സമർപ്പിക്കുകയും പൂജയ്ക്ക് ശേഷം പ്രസാദമായി വിതരണവും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്രഹ്മകമലത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. ഗണപതിയുടെ ശരീരത്തിൽ ആനയുടെ തല പ്രതിഷ്ഠിക്കാൻ ശിവനെ സഹായിക്കാനായി ബ്രഹ്മാവ് സൃഷ്ടിച്ച അത്ഭുത സസ്യമാണ് ബ്രഹ്മകമലം എന്നാണ് ഒരു ഐതിഹ്യം. സമാനമായി മറ്റൊരു വിശ്വാസമുള്ളത് ലക്ഷ്മണൻ്റെ ജീവൻ മൃതസഞ്ജീവനി ഉപയോഗിച്ച് രക്ഷിച്ചപ്പോൾ അത് ആഘോഷിക്കാനായി ദേവന്മാർ സ്വർഗത്തിൽ നിന്നും ബ്രഹ്മകമലമാണ് ഭൂമിയിലേക്ക് വർഷിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ഈ സസ്യം എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളിലേറെ ദിവ്യമായി കരുതുന്ന പൂക്കളാണ് ബ്രഹ്മകമലം. ഇവ പൂക്കുന്ന സമയത്ത് അത് കാണുവാൻ വേണ്ടി മാത്രം തീർത്ഥാടകരും സഞ്ചാരികളും കൂട്ടമായി ഹിമാലയൻ താഴ്വരകളിലും മറ്റും എത്തുന്നത് പതിവാണ്. ഈ പൂവ് ആലേഖനം ചെയ്തുകൊണ്ടൊരു തപാൽ സ്റ്റാമ്പ് പോസ്റ്റൽ വകുപ്പ് മുമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പരമ്പരാഗതമായി തളർച്ച, വാദം, മസ്തിഷ്ക ജ്വരം, കരൾ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ബ്രഹ്മകമലം പ്രതിവിധിയായി ഉപയോഗിക്കാറുണ്ട് ചികിത്സയിൽ. എന്തായാലും ശാസ്ത്രീയ പഠനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഒരുപാട് നടക്കാനുണ്ട്. ഇതിൻ്റെ നിറം തൂവെള്ളയല്ല, പർപ്പിളാണെന്നും പറയപ്പെടുന്നുണ്ട്.